ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഹൈദരാബാദി പനീറാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തൈരിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. മസാല തയ്യാറാക്കുമ്പോൾ നമുക്ക് ഈ ഒരു മിക്സ് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് ആവശ്യത്തിനുള്ള, അതായത് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുത്താൽ മതി, വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. അതിനുശേഷം നമുക്കിതിലേക്ക് 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസുള്ള 2 സവാള ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള ഒന്ന് വാടി വരണം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതേപോലെ ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി വേണം. ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചച്ചുവ മാറിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. ഇനി നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ, 2 സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡ് ഇതേപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് എടുത്തു മാറ്റാം. ഇതേപോലെ പാൻ ഒന്ന് ചരിച്ച് പിടിച്ചാൽ നമുക്ക് ഓയിലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ഈ ഓയിൽ നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചേർത്ത് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ അതിൻ്റെ പകുതിയോളം പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ സവാളയോടൊപ്പം അത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. പനീർ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലയ്ക്ക, ഒരു 1/4 ടീസ്പൂൺ പെപ്പർ, ബേ ലീഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ആ ജാറ് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മസാല നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് നന്നായിട്ട് മാറട്ടെ. ഇതുവരെ നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് തൈര് ചേർത്ത് കൊടുക്കാം. തൈരും മസാലപ്പൊടികളും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം മസാലപ്പൊടിയുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വേവിച്ച് വെച്ച പനീറാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പനീറൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ചേർക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടുന്നത്. അതേപോലെ തന്നെ ഒരു ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി.
ഇപ്പോൾ ഇവിടെ ഹൈദരാബാദി പനീർ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നാൻ, പൊറോട്ട, ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.